എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത്, ശരിക്കും നമ്മൾ എല്ലാവരും ഒരുപാട് കാണാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്, അല്ലേ? അതായത് അപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നുമായിരിക്കും, എന്താണ് ഇതിനു വേണ്ടിയിട്ട് കേരളത്തിൽ നടക്കുന്നതെന്ന്. അതെ, നടക്കുകയാണ്. നമ്മൾ എല്ലാവരും വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു മയക്കുമരുന്നിന് എതിരെ ഒരു സന്ധിയില്ലാതെ സമരം ഉണ്ടാവണം എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഉണർന്ന് തന്നെ പ്രവർത്തിക്കുകയാണ്. മയക്കുമരുന്നിനെതിരെ അവര് ഒരു സന്ധിയില്ല സമരം തന്നെ നടത്തിയിരിക്കുകയാണ്. അതായത് പെരുമ്പാവൂരുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം മയക്കുമരുന്നിന്റെ, ഡ്രഗ്സിന്റെ ഒക്കെ ഹബ്ബാണ് എന്നുള്ള കാര്യം. അവിടെയൊക്കെ തൂത്ത് പെറുക്കി പരിശോധിക്കുകയാണ് നമ്മുടെ കേരള പോലീസ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള വക തന്നെയാണ്. അത് മാത്രമല്ല, ഇന്നത്തെ തലമുറ ഏറ്റവും അധികം വഴി പിഴച്ചു പോകുന്നതിന്റെ, അല്ലെങ്കിൽ ഇന്ന് പുതിയ തലമുറ ക്യാൻസർ പോലുള്ള മഹാമാരിയിൽപ്പെട്ട് മരണപ്പെട്ടു പോകാതിരിക്കാൻ ഇതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമെടുത്തത് വളരെയധികം നന്നായി. അതിന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കുരു പൊട്ടുന്ന ആളുകളോട് പറയാനുള്ളത്, മാറിയിരുന്ന് കുരു പൊട്ടിച്ചോളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂട്ടത്തോടെ വരും ആക്രമിക്കാനായിട്ട്. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ CM എന്ന് പറയുന്നത് നമ്മുടെ VD സതീശൻ അവർകളാണെന്ന്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ചാനലിൽ വന്നിട്ട് അത് പറയുക തന്നെ ചെയ്യും. അപ്പൊ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനവും ഉള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ വെറുതെ മറ്റുള്ളവരിടുന്ന വീഡിയോകൾ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെതിരെ വന്ന് പുട്ടുവിറച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതായത് ഇപ്പോൾ പല ആളുകൾക്കും ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴത്തെ പുതിയ സർക്കാർ കാണിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ എടുത്തു പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ദഹിക്കാതെ വന്നിട്ട് അതിനെതിരെ കമന്റ് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി നല്ല പ്രവൃത്തി കാണിക്കുമ്പോൾ നമ്മളത് നല്ലത് എന്ന് പറയും. അതിന് നിങ്ങൾക്ക് എന്തിന് വേദന തോന്നണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. പിന്നീടെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം നാളെ ഒരു അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് അത് വിളിച്ച് പറയുക തന്നെ ചെയ്യും. അതിലൊന്നും യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. ഇവിടെ പാർട്ടിയോ മതമോ നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്കറിയാം, 10 വർഷം നമ്മുടെ കേരളത്തിൽ ഇരുന്ന് ഭരിച്ച് നമ്മളെ എല്ലാവരെയും മുടിപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭരണാധികാരിയെ ഇപ്പോഴും നമ്മൾ ക്ലാപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊട്ടും അംഗീകരിച്ചു തരാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ അപമാനിക്കാനോ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് പോലെ സംസാരിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എന്നാലും നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ കാല മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല. അപ്പൊ അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഇപ്പോൾ വീണ്ടും ജയിച്ച് മുന്നോട്ട് വന്നേനെ. അപ്പൊ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ ഊടായ്പകൾ കാണിക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹവും ഇതുപോലെ തന്നെ തോറ്റ് പുറത്തേക്ക് പോകേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആർക്കും യാതൊരു തരത്തിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അവഗണനയോ ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ആ ഒരു ഭരിച്ചിരുന്ന ആ ഒരു ഭരണാധികാരിയെ മാത്രമായിരുന്നു ഏറ്റവും മോശമായിട്ടുള്ളത് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. എന്തായാലും ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ പറയാനായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ തൂഫാനാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ മാസ് ആണ് കേട്ടോ. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരള പോലീസിന് ഇതുപോലെ ചുണക്കുട്ടന്മാരെ പോലെ ജോലി ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ പൊട്ടി മുളച്ച ഒരു കാര്യമൊന്നുമല്ല. നമുക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ തവണയും ഇത്ര ലോഡ് കഞ്ചാവുമായിട്ട് ആളിനെ പിടിച്ചു, ഇത്രയധികം MDMA പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരാറുണ്ടെങ്കിലും പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. ഈ പിടിക്കപ്പെടുന്ന ആളുകൾ ജയിലിലേക്ക് പോകുന്നുണ്ടോ, അതിന് മുകളിലേക്കുള്ള ആളുകളിലേക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് മുകളിലേക്കുള്ള ആളുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം കേസുകൾ നമ്മുടെ നാട്ടിൽ തന്നെ പെറ്റുപെരുകില്ലായിരുന്നല്ലോ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക്, പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആഭ്യന്തരത്തിന്റെ കാര്യമാണ് കേട്ടോ പ്രധാനമായിട്ട് പറയുന്നത്. ശരിക്കും ഇവിടെ ഒരു പാളിച്ച കൂടി എടുത്ത് പറയാതിരിക്കാൻ നിർത്തിയില്ല. സാധാരണ രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു നേരത്തെ ഇരുന്ന സർക്കാർ വച്ചിട്ടുള്ള
പോലീസുകാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പുതിയ ആളുകളെയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു പതിവിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചില വിമർശനങ്ങൾക്ക് കൂടി ഈ ഒരു സർക്കാർ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ തൂഫാൻ മുന്നേറുക തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഒരുപാട് നാളായിട്ട് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലായാലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലായാലും ആരും അറിയാതെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ ഇതുപോലെയുള്ള ഡ്രഗ്സുകളുടെ ഉപയോഗം ഒരുപാട് കൂടി വരുന്നു എന്ന് പറയുമ്പോഴും ഇതിനെതിരെ നേരത്തെ ആരും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് വരികയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇത് വളരെയധികം സ്വാഗതാർഹം തന്നെയാണ് എന്ന് വീണ്ടും പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അനുകൂലമാവുന്ന രീതിയിലുള്ള അവരുടെ ആരോഗ്യവും ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അവശ്യ വസ്തുക്കളെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ തുരത്തേണ്ട ആവശ്യം വളരെയധികം അത്യാവശ്യമാണ്. എന്തായാലും ഇതിന് നമ്മുടെ കേരള പോലീസിന് വലിയൊരു കയ്യടി കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഈ കേരള പോലീസിന് പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് എന്ന് എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കേരള പോലീസിന്റെ കഞ്ചാവും അതുപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഒന്ന് കണ്ടിട്ട് വരാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ ഇത്രയധികം അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാറുള്ളൂ അല്ലേ. ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഡ്രോണൊക്കെ പറത്തിയും ബസ്സിനകത്തേക്കൊക്കെ ഓടിക്കേറുകയാണ് പോലീസുകാർ. ബസ്സിനകത്തൊക്കെ ഓടിക്കേറുകയാണ്. അത് മാത്രമല്ല നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ എന്ന് വേണ്ട സകലമായ എവിടെയെല്ലാം പോയി പരിശോധന നടത്താൻ പറ്റുമോ അവിടെയെല്ലാം ഓടിച്ചാടി കയറി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും 250 വെച്ചിട്ട് ആളുകളെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികൾ ക്യാൻസറിന് അടിമപ്പെട്ടു പോവും. നമ്മുടെ ഭാവി തലമുറ തന്നെ അന്യം നിന്ന് പോകാനുള്ള എല്ലാ വഴികളും ഉണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് വഴി. അപ്പോൾ എന്തായാലും അതൊക്കെ പിടിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകളെ, ഡ്രഗ്സ് ഒക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളെ, അത് കഞ്ചാവായാലും മയക്കുമരുന്നായാലും അതുപോലെ തന്നെ മറ്റ് ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കളായാലും കയ്യിൽ വയ്ക്കുന്ന ആളുകളെ നിങ്ങൾ പിടിക്കുന്നു, അതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് നിങ്ങളിൽ ഒരുപാട് കയ്യടിക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവരൊക്കെ എന്ന് പറയുന്നത് വെറും ഏജന്റ് മാത്രമാണ്. അതായത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് ഇത് എത്തിക്കാനുള്ള വെറും നാലാംകിട കൂലിക്കാർ മാത്രമാണ്. എന്നാൽ വലിയ ആളുകളെന്ന് പറഞ്ഞാൽ അണിയറയ്ക്ക് അകത്താണുള്ളത്. അപ്പോൾ അത് ആരാണ് എന്ന് കണ്ടുപിടിച്ച് അവരിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ഒരു ചുമതല കൂടി ഈ പറയുന്ന നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരം ആ ഒരു കാര്യത്തിൽ കൂടി ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ദൗത്യം പൂർണ്ണമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തില് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി തൂഫാൻ ചുഴലിക്കാറ്റായിട്ട് ഇങ്ങനെ വീശി അടിക്കുമ്പോൾ മറ്റേ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും ഉണ്ട്. നമ്മുടെ വിജയ് ആണ് അവിടെ. എന്തായാലും നമ്മുടെ വിജയ് അവിടെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് കൊടുത്തേ മതിയാവൂ. അപ്പോൾ എന്തായാലും അവിടെയും ഇതുപോലെ ലഹരി എന്ന് പറയുന്ന സാധനത്തെ എന്നേക്കുമായി തുടച്ചു നീക്കാനുള്ള മുന്നേറ്റവുമായിട്ട് നമ്മുടെ വിജയ് സർക്കാരും മുന്നോട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ലഹരിക്കെതിരെയുള്ള സമരം നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെയും ലഹരി ആരുടെ കയ്യിൽ ഇരുന്നാലും അവരെ അറസ്റ്റ് ചെയ്യുന്നു, ലഹരി എവിടെയുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽസിനെയൊക്കെ നമ്മുടെ വിജയിയുടെ കീഴിലുള്ള സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഓഫീസർമാർ ഒതുക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് നമ്മുടെ കേരളവും തമിഴ്നാടും കൂടി തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെയധികം ഗുണമായിട്ട് വരികയേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വളരെ നല്ല കാര്യം തന്നെയാണ്. കേരളത്തിലേക്ക് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ തന്നെ ഈ ഒരു സാധനം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലോട്ടുള്ള വരവ് കുറയും എന്നൊക്കെയാണ് പല ആളുകളും കരുതുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാവുമോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് എത്രത്തോളം വാസ്തവമായിട്ടുള്ള കാര്യമാണെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇപ്പൊ നമ്മുടെ പുതിയതായിട്ട് വന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ വന്ന സമയത്ത് വോട്ടിടാനായിട്ട് പോയ നമ്മുടെ അതിഥി തൊഴിലാളികൾ തിരികെ വരാതിരിക്കുന്ന സാഹചര്യമായിരുന്നു ഇതുവരെ നിലവിലുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ഭായിമാരെല്ലാവരും
തിരികെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പെരുമ്പാവൂരിൽ എല്ലാ എണ്ണവും കൂടി കൂടും കുടുക്കയും എടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ വരുന്ന നമ്മുടെ ഭായിമാരൊക്കെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരെ കൂടി നല്ല രീതിയിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പെരുമ്പാവൂര് എന്ന് പറയുന്ന നമ്മുടെ പെരുമ്പാവൂരിൽ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്ന പോലീസുകാർക്ക് ഇനി ഒരു തരത്തിലും രക്ഷയില്ല. ഇനി ഊണും ഉറക്കവും ഇല്ലാണ്ട് ഇവരുടെയൊക്കെ പിന്നാലെ അലയാനാണ് നമ്മുടെ പോലീസുകാരുടെ വിധി. എന്തായാലും 10 വർഷം സുഖിച്ചിരുന്നതല്ലേ, ഇനി കുറച്ച് ഓടട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിജയ് അവിടെ തീ മഴയായിട്ട് പെയ്തിറങ്ങുമ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല ഇവിടെ തൂഫാൻ ചുഴലിക്കാറ്റായിട്ട് വീശിയടിക്കുന്നു. അത്രേ ഉള്ളൂ. എന്നും ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നോട്ടെ എന്നാണ് പറയാനായിട്ടുള്ളത്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.